ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 7ാമത്തെ പാഠമാണ്. മാറ്റങ്ങളുടെ ലോകം എന്നാണ് ഈ പാഠത്തിന്റെ പേര്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് STD6 ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. അടിസ്ഥാന ശാസ്ത്രത്തിന്റെ ക്ലാസ്സുകൾ മാത്രം മതിയെങ്കിൽ STD6 ബേസിക് സയൻസ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതെടുത്ത് നോക്കുക, അതിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പാഠം തുടങ്ങുന്ന സമയത്ത് നോക്കിക്കേ, മുട്ടയിൽ നിന്നൊരു കോഴിക്കുഞ്ഞ് വിരിഞ്ഞു വരുന്ന ചിത്രമാണ് തന്നിട്ടുള്ളത്. ആ കോഴിക്കുഞ്ഞിനൊരു സംശയമുണ്ട്. എന്താണ്, ഇതുപോലുള്ള ഒരു മുട്ടയാണോ ഞാനായി മാറിയത്? അതെ അല്ലെ, ഒരു മുട്ടയിൽ നിന്ന് എങ്ങനെയായിരിക്കും ഒരു കോഴിക്കുഞ്ഞ് ഉണ്ടായിട്ടുണ്ടായിരിക്കുക? ഈ മുട്ടയ്ക്കുള്ളിൽ വെച്ച് ഒരുപാട് മാറ്റങ്ങൾ ഈ മുട്ടയ്ക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് ഒരു കോഴിക്കുഞ്ഞായി പുറത്തു വരുന്നത്. ചിത്രം ശ്രദ്ധിച്ചല്ലോ, എന്തു ഭംഗിയുള്ള കോഴിക്കുഞ്ഞ്! എങ്ങനെയാണ് ഈ കോഴിക്കുഞ്ഞ് പുറത്തേക്ക് വന്നതെന്ന് നിങ്ങൾക്കറിയാമോ? മുട്ട വിരിഞ്ഞാണ് ഈ കോഴിക്കുഞ്ഞ് പുറത്തേക്ക് വന്നത്. മുട്ട വിരിഞ്ഞല്ലേ ഈ കുഞ്ഞു കോഴി പുറത്തേക്ക് വന്നത്. മുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞായി മാറണമെങ്കിൽ മുട്ടയ്ക്കുള്ളിൽ ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവണമല്ലോ. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഓരോ ജോഡിയിലും നിങ്ങൾ കാണുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത് ശർക്കര പൊടിയുന്നു. രണ്ടാമത്തേത് പയർ ചെടിയായി മുളയ്ക്കുന്നു. പിന്നെ മൂന്നാമത്തേത് മേഘം മഴയായി പെയ്യുന്നു. നിങ്ങളുടെ ചുറ്റുപാടും നിരീക്ഷിച്ച് ഇതുപോലുള്ള മാറ്റങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. ഒരെണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. മാങ്ങ പഴുക്കുന്നു. അതുപോലെ തന്നെ വെള്ളം തിളയ്ക്കുന്നു, ഐസ് ഉരുകുന്നു, ഇരുമ്പ് തുരുമ്പിക്കുന്നു, ഇലകൾ ഉണങ്ങുന്നു, നനഞ്ഞ വസ്ത്രങ്ങൾ ഉണങ്ങുന്നു, പാല് തൈരാകുന്നു, വെണ്ണ ഉരുകുന്നു. ഇതെല്ലാം നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന മാറ്റങ്ങളാണ്. മാറ്റങ്ങൾ പലവിധം. മെഴുക്, പേപ്പർ എന്നിവ കൊണ്ടുണ്ടാക്കിയ ചില കരകൗശല വസ്തുക്കൾ നിരീക്ഷിക്കൂ. ഇത്തരം കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ചെയ്തു നോക്കിയാലോ? അതിനാവശ്യമായ സാമഗ്രികൾ കളർ ക്ലേ, കളർ പേപ്പർ, ചാർട്ട് പേപ്പർ, മുത്തുകൾ, കത്രിക, സ്കെച്ച് പേന തുടങ്ങിയവയാണ്. നൽകിയിരിക്കുന്ന സാമഗ്രികൾ ഉപയോഗിച്ച് ചിത്രത്തിൽ കാണുന്ന രൂപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കൂ. നിങ്ങൾ ഉണ്ടാക്കിയ കരകൗശല വസ്തുക്കൾ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ. ഇനി നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങൾ ഉപയോഗിച്ച ഓരോ വസ്തുവിനും എന്ത് മാറ്റമാണ് ഉണ്ടായത്? കളർ ക്ലേ എന്ത് മാറ്റം വന്നു? അതിന്റെ ആകൃതി മാറി. കളർ പേപ്പർ, അതിനും ആകൃതി മാറി. ചാർട്ട് പേപ്പർ ആകൃതി മാറി, അതുപോലെ നിറവും മാറി. നമ്മൾ അനുയോജ്യമായ നിറം നൽകുന്നില്ലേ, അപ്പൊ നിറവും മാറി. കളർ ക്ലേ എന്ന പദാർത്ഥത്തിനാണോ അതിന്റെ രൂപത്തിനാണോ മാറ്റം വന്നത്? രൂപത്തിനാണല്ലേ മാറ്റം വന്നത്, പദാർത്ഥത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല. അതിന്റെ ആകൃതി മാത്രമാണ് മാറിയിട്ടുള്ളത്. ഇതുപോലെ ചാർട്ട് പേപ്പറും കളർ പേപ്പറും ഉപയോഗിച്ച് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കിയപ്പോഴോ ചാർട്ട് പേപ്പറിന് നിറത്തിലും ആകൃതിയിലും മാറ്റം വന്നു. ഓരോ സന്ദർഭത്തിലും പദാർത്ഥത്തിന് മാറ്റമുണ്ടാകുന്നുണ്ടോ ചർച്ച ചെയ്യൂ. ഓരോ സന്ദർഭത്തിലും നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തു തന്നെയല്ലേ വ്യത്യസ്ത ആകൃതിയിലേക്ക് മാറിയത്? അതെ, രൂപമാറ്റം. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ പരിശോധിക്കൂ. ഓരോ സന്ദർഭത്തിലും വസ്തുവിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ഒന്നാമത്തേത് തണ്ണിമത്തൻ. തണ്ണിമത്തൻ ചെറിയ കഷ്ണങ്ങളാക്കുന്നു. തടി, മരത്തടി കൊണ്ട് കസേര നിർമ്മിക്കുന്നു. പിന്നെ ചില്ലുകുപ്പി കഷ്ണങ്ങളാവുന്നു, പൊട്ടി കഷ്ണങ്ങളാവുന്നു. പിന്നെയോ അവസാനത്തേത് പ്ലാസ്റ്റിക് പൈപ്പ് ഉരുക്കി വലുതാക്കുന്നു. ചിത്രത്തിൽ കാണുന്ന മാറ്റങ്ങളെല്ലാം ഒരുപോലെയാണോ? ചർച്ച ചെയ്യൂ. അല്ല അല്ലേ, ചിലതിന് ആകൃതിയിൽ മാത്രം മാറ്റം വരുന്നുണ്ട്, ചിലത് അതിന്റെ ഘടന തന്നെ പൂർണ്ണമായിട്ട് മാറിപ്പോകുന്നുണ്ട്. അങ്ങനെയുള്ള മാറ്റങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട്. അവസ്ഥാമാറ്റം. ജലത്തിന്റെ അവസ്ഥാമാറ്റങ്ങൾ മുൻ ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മയില്ലേ? എഴുതി നോക്കൂ. അതായത് ജലം ഖരപദാർത്ഥമായി മാറുന്നുണ്ട്, ഐസായി മാറുന്നുണ്ട്, തണുത്ത് ഐസായി മാറുന്നുണ്ട്, അതുപോലെ ഐസ് ചൂടായി നീരാവിയായി മാറുന്നുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥാമാറ്റം നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട് അല്ലെ? പ്രകൃതിയും മറ്റു ജീവജാലങ്ങളും ജലത്തിന്റെ അവസ്ഥാമാറ്റം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ എഴുതൂ. മഴയുണ്ടാകുന്നത്, മഞ്ഞുവീഴ്ച ഉണ്ടാകുന്നത്. അതായത് മഞ്ഞുവീഴ്ച എന്ന് പറയുമ്പോൾ ജലബാഷ്പം ഘനീഭവിച്ച് മഞ്ഞുപാളികളായി മാറുന്നതാണ്. പിന്നെ തുഷാരം, അതായത് പുല്ലും ഇലകളും പോലുള്ള തണുത്ത പ്രതലങ്ങളിൽ ജലബാഷ്പം ഘനീഭവിക്കുന്ന പ്രക്രിയയാണ്. മനുഷ്യർ വിയർക്കുന്നു. വിയർപ്പ് ചർമ്മത്തിൽ നിന്ന് ബാഷ്പീകരിക്കപ്പെട്ട് ശരീരത്തെ തണുപ്പിക്കുന്ന അവസ്ഥയാണ്. അതുപോലെ ധ്രുവപ്രദേശങ്ങളിലെ ഐസ്, അത് തണുത്തുറഞ്ഞ വെള്ളം ഐസായി മാറുന്ന പ്രക്രിയയാണ്. ഹിമാനികൾ ഉരുകുന്നു. ഐസ് ഉരുകുന്നത് നദികളിലേക്കും അരുവികളിലേക്കും ശുദ്ധജലം നൽകുന്നതിനാണ്. മൂടൽമഞ്ഞിന്റെ രൂപീകരണം.
നീരാവി ഘനീഭവിച്ച് താഴ്വരകളിലും ജലാശയങ്ങൾക്ക് മുകളിലും പുക പോലെ നേർത്ത ജലകണികകൾ തങ്ങി നിൽക്കുന്നതാണ് ഈ മൂടൽമഞ്ഞ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജലത്തിന് അവസ്ഥാമാറ്റം ഉണ്ടാകുമ്പോൾ ജലം എന്ന പദാർത്ഥത്തിന് മാറ്റം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. ചർച്ച ചെയ്യൂ. ഐസും നീരാവിയും ജലത്തിന്റെ രണ്ട് അവസ്ഥകൾ തന്നെയാണ്. ഇനി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ചിത്രീകരണം പൂർത്തിയാക്കാനായിട്ട് തന്നിട്ടുണ്ട്. ജലം തണുപ്പിക്കുമ്പോൾ എന്തായി മാറുന്നു? ഐസ് എന്ന ഖരപദാർത്ഥമായി മാറുന്നു. ജലം ചൂടാക്കുമ്പോൾ നീരാവി എന്ന വാതകമായി അത് മാറുന്നു. ആകൃതി, വലിപ്പം, അവസ്ഥ എന്നിവ പദാർത്ഥങ്ങളുടെ ഭൗതിക ഗുണങ്ങളാണ്. നാം മുൻപ് ചർച്ച ചെയ്ത സന്ദർഭങ്ങൾ നോക്കൂ. ക്ലേ ഉപയോഗിച്ച് വിവിധ രൂപങ്ങൾ ഉണ്ടാക്കുന്നു, തടി ഉപയോഗിച്ച് കസേര ഉണ്ടാക്കുന്നു, തണ്ണിമത്തൻ കഷ്ണങ്ങളാക്കുന്നു, ജലം ഐസാക്കുന്നു, പ്ലാസ്റ്റിക് പൈപ്പ് ചൂടാക്കി വലുതാക്കുന്നു. ഈ സന്ദർഭങ്ങളിലെല്ലാം പദാർത്ഥത്തിന്റെ ഭൗതിക സ്വഭാവങ്ങളിൽ മാത്രമാണ് മാറ്റം ഉണ്ടായിട്ടുള്ളത്. പുതിയ പദാർത്ഥം ഉണ്ടായിട്ടില്ല, അല്ലെ? പുതിയ പദാർത്ഥം ഉണ്ടായോ? ഇല്ല. ഭൗതിക സ്വഭാവങ്ങളിൽ മാറ്റം വരുന്നതും എന്നാൽ പദാർത്ഥത്തിന് മാറ്റം വരാത്തതുമായ സന്ദർഭങ്ങളെ കുറിച്ച് നമുക്ക് കൂടുതൽ അന്വേഷിക്കാം. അതായത് പറഞ്ഞത് ഭൗതിക സന്ദർഭം എന്ന് വെച്ചാൽ അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ്, അതായത് അതിന്റെ രൂപം അല്ലെങ്കിൽ അവസ്ഥ, ആകൃതി, ഇതിന് മാത്രം മാറ്റം വരുന്നുള്ളൂ. ഒരു വസ്തു മറ്റൊരു വസ്തുവായിട്ട് മാറുന്നില്ല. ഓക്കെ. മെഴുക് ഉരുകുമ്പോൾ, മെഴുകുതിരി ഖരവസ്തുവാണല്ലോ. ഒരു മെഴുകുതിരി ചെറിയ കഷ്ണങ്ങളായി മുറിക്കൂ. ഇപ്പോൾ മെഴുകിന് എന്ത് മാറ്റമാണ് ഉണ്ടായത്? അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മാറി, അതിന്റെ ആകൃതി മാറ്റം വന്നു. മെഴുകിപ്പോഴും അതേ അവസ്ഥയിൽ തന്നെയല്ലേ? അതെ, അതേ അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. സ്പൂണിൽ ചെറിയൊരു കഷ്ണം മെഴുകെടുത്ത് ചൂടാക്കൂ. മെഴുകിന്റെ അവസ്ഥയ്ക്ക് എന്ത് മാറ്റമാണ് ഉണ്ടായത്? മെഴുക് ഉരുകി ദ്രാവകാവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും, അല്ലേ? ഉരുകിയ മെഴുക് അല്പനേരം തണുക്കാൻ അനുവദിക്കൂ. തണുത്തു കഴിയുമ്പോൾ വീണ്ടും അത് കട്ടിയുള്ള മെഴുകായിട്ട് മാറും. ഇപ്പോൾ അവസ്ഥയ്ക്ക് എന്താണ് മാറ്റമുണ്ടായത്? അതായത് ആ ദ്രാവകം വീണ്ടും ആദ്യത്തെ ഖരാവസ്ഥയിലേക്ക് തന്നെ എത്തി. ഖരാവസ്ഥയിലുള്ള മെഴുകും ഉരുകിയ മെഴുകും ഒരേ പദാർത്ഥമാണ്. ഇവിടെ മെഴുകിനുണ്ടായ മാറ്റത്തിൽ പുതിയ പദാർത്ഥം ഉണ്ടായോ? ഇല്ല. തണുത്തപ്പോൾ പുതിയ പദാർത്ഥമായി മാറിയോ? അതും ഇല്ല. നിരീക്ഷണങ്ങൾ പട്ടികപ്പെടുത്തൂ. പട്ടികയിൽ നമുക്ക് ഓരോ ഇനം, അതിന് വന്ന മാറ്റം, അവസ്ഥ എന്താണ് എന്നാണ് തന്നിട്ടുള്ളത്. ഇപ്പൊ മെഴുക് മുറിക്കുന്ന സമയത്ത് അതിന്റെ ആകൃതിക്കും വലുപ്പത്തിനും മാറ്റം വരുന്നു. ഖരാവസ്ഥയിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. ഇനി ആ മെഴുകിനെ നമ്മൾ ചൂടാക്കുമ്പോൾ എന്ത് വരുന്നു? മാറ്റം. മെഴുക് ഉരുകുന്നു. അപ്പൊ അത് ഖരാവസ്ഥയിൽ നിന്നും നേരെ ദ്രാവകാവസ്ഥയിലേക്ക് മാറി. ഉരുകിയ മെഴുക് തണുപ്പിക്കുമ്പോഴോ ആ ഉരുകിയ മെഴുക് വീണ്ടും ഖരാവസ്ഥയിലേക്ക് തന്നെ വരുന്നു. അപ്പോൾ അവസ്ഥ ഖരമായി മാറുന്നു. ഇനി സ്പൂണിലെ മെഴുക് കൂടുതൽ സമയം ചൂടാക്കൂ. ഇപ്പോൾ അവസ്ഥയ്ക്ക് മാറ്റം വന്നോ? ഈ മെഴുക് ദ്രാവകാവസ്ഥയിലുള്ള മെഴുക് എന്താവുന്നു? നീരാവിയായിട്ട് പോകുന്നു. മെഴുക് കുറഞ്ഞു വന്ന് നീരാവിയായിട്ട് പോകുന്നു. മെഴുക് എവിടെ പോയി? മെഴുക് ചൂടാക്കുമ്പോൾ നടന്ന അവസ്ഥാ മാറ്റങ്ങൾ എന്താണെന്ന് ചർച്ച ചെയ്ത് എഴുതും. നമ്മൾ പറഞ്ഞു എന്താണ് ചൂടാക്കുന്ന സമയത്ത് ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്ക്, പിന്നീടും ചൂടാക്കുമ്പോൾ ദ്രാവകാവസ്ഥയിൽ നിന്ന് വാതകാവസ്ഥയിലേക്കാണ് പോകുന്നത്. മെഴുക് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥാ മാറ്റങ്ങൾ നിരീക്ഷിക്കാൻ നമുക്ക് മറ്റൊരു പരീക്ഷണം ചെയ്തു നോക്കിയാലോ? അതിനാവശ്യമായ സാമഗ്രികൾ: മെഴുക്, ബോയിലിംഗ് ട്യൂബ്, ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ, കോട്ടൺ ലാമ്പ്. ചിത്രത്തിൽ കാണുന്നത് പോലെ ബോയിലിംഗ് ട്യൂബിൽ മെഴുക് കഷ്ണമെടുത്ത് ലാമ്പ് ഉപയോഗിച്ച് ചൂടാക്കൂ. ബോയിലിംഗ് ട്യൂബിന്റെ വായ്ഭാഗം കോട്ടൺ ഉപയോഗിച്ച് അടയ്ക്കണം. ഈ പരീക്ഷണത്തിൽ മെഴുകിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? നിരീക്ഷിക്കൂ. ഉരുകിയ മെഴുക് വീണ്ടും ചൂടാക്കൂ. എന്ത് സംഭവിക്കുന്നു? ആദ്യം നമ്മൾ ചൂടാക്കുന്ന സമയത്ത് അത് ദ്രാവകമായി മാറും, ഉരുകി ദ്രാവകമായി മാറും. വീണ്ടും ചൂടാക്കുമ്പോൾ നീരാവിയായി പോകും, അല്ലെ? ബോയിലിംഗ് ട്യൂബ് ലാമ്പിൽ നിന്ന് മാറ്റി അല്പനേരത്തിന് ശേഷം നിരീക്ഷിക്കൂ. ഇപ്പോൾ എന്താണ് ബോയിലിംഗ് ട്യൂബിനുള്ളിൽ കാണാൻ സാധിക്കുന്നത്? ബോയിലിംഗ് ട്യൂബിലെ കോട്ടൺ എടുത്ത് നിരീക്ഷിക്കൂ. കോട്ടണിലും ബോയിലിംഗ് ട്യൂബിന്റെ മുകൾ ഭാഗത്തും മെഴുകിന്റെ അംശങ്ങൾ കാണുന്നുണ്ടായിരിക്കും. വശങ്ങളും നിരീക്ഷിക്കൂ. എന്താണ് ഇതിന് കാരണം? അപ്പൊ നമുക്ക് നിരീക്ഷണവും നിഗമനവും കൂടി എന്താണെന്ന് എഴുതാം. നിരീക്ഷണം: ബോയിലിംഗ് ട്യൂബിലെ മെഴുക് ചൂടാക്കുമ്പോൾ ഉരുകുന്നു. കൂടുതൽ ചൂടാക്കുമ്പോൾ ഉരുകിയ മെഴുക് നീരാവിയായി മാറുന്നു. ഈ മെഴുക് നീരാവി ട്യൂബിന്റെ വായ്ഭാഗത്തെ കോട്ടണിൽ അടിഞ്ഞുകൂടുന്നു, അല്ലെങ്കിൽ പഞ്ഞിയിൽ അടിഞ്ഞുകൂടുന്നു. ബോയിലിംഗ് ട്യൂബ് തണുക്കാൻ അനുവദിക്കുമ്പോൾ ട്യൂബിനുള്ളിലെ ദ്രാവക മെഴുക് വീണ്ടും ഖരാവസ്ഥയിലേക്ക് മാറുന്നു. പഞ്ഞിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മെഴുക് നീരാവി ഖരമെഴുകായി മാറുന്നു. നിഗമനം: ചൂടാക്കുകയും തണുപ്പിക്കുകയും ചെയ്യുമ്പോൾ മെഴുകിന്റെ അവസ്ഥ മാത്രമേ മാറുന്നുള്ളൂ, പുതിയ പദാർത്ഥം ഉണ്ടാകുന്നില്ല. ഓരോ സന്ദർഭത്തിലും ഉണ്ടായ മാറ്റം താഴെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത് നിഗമനം രൂപീകരിക്കൂ. ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. നമ്മൾ പറഞ്ഞല്ലോ, നിഗമനം നമ്മൾ എഴുതി, എങ്കിലും നമുക്ക് ഈ സൂചകങ്ങൾ കൂടെ വിലയിരുത്താം. നിങ്ങൾ നടത്തിയ പരീക്ഷണത്തിൽ ചൂടാക്കുന്നതിന് മുൻപ് മെഴുക് ഏതവസ്ഥയിലായിരുന്നു? ഖരാവസ്ഥയിലായിരുന്നു. ചൂടാക്കിയപ്പോൾ അവസ്ഥയിൽ വന്ന മാറ്റം എന്ത്?
ദ്രാവകാവസ്ഥയിലേക്ക് മാറി. കൂടുതൽ ചൂടാക്കിയപ്പോൾ ഏതവസ്ഥയിലേക്ക് മാറി? വാതകാവസ്ഥയിലേക്ക് മാറി. തണുത്തപ്പോൾ മെഴുക് ബാഷ്പം ഏതവസ്ഥയിലായി? വീണ്ടും ഖരാവസ്ഥയിലായി. അവസ്ഥയിൽ മാറ്റം വന്നപ്പോൾ മെഴുക് പുതിയ പദാർത്ഥമായി മാറിയോ? ഇല്ല. മെഴുകിനുണ്ടായ മാറ്റം സ്ഥിരമാണോ താൽക്കാലികമാണോ? താൽക്കാലികമാണ്. മെഴുകിനുണ്ടായ മാറ്റം ചിത്രീകരിച്ചിരിക്കുന്നത് നോക്കൂ. വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കൂ. ആദ്യം മെഴുക് കട്ട ചൂടാക്കുന്നു. അപ്പോൾ അത് താപോർജം സ്വീകരിക്കുകയാണ് അല്ലെ, താപം സ്വീകരിക്കുകയാണ്. അപ്പൊ മെഴുക് ഉരുകും. ഈ ഉരുകിയ മെഴുക് ദ്രാവകാവസ്ഥയിലേക്ക് ആവുന്നു. ഇനി അതിനെ വീണ്ടും ചൂടാക്കുന്നു. അപ്പോൾ താപോർജം സ്വീകരിക്കുന്നു. ഉരുകിയ മെഴുക് എന്താവുന്നു? ബാഷ്പാവസ്ഥയിലേക്ക് മാറുന്നു. അടുത്തത് ഉരുകിയ മെഴുക് ബാഷ്പാവസ്ഥയിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ അതിനെന്ത് ചെയ്തു? വീണ്ടും തണുപ്പിക്കുന്നു. തണുക്കുമ്പോൾ താപോർജം പുറത്തുവിടുകയാണ് ചെയ്യുന്നത്. ബാഷ്പാവസ്ഥയിലെ മെഴുക് ദ്രാവകാവസ്ഥയിലേക്കാവുന്നു. പിന്നെ അതിനെ വീണ്ടും തണുപ്പിക്കുന്നു. അപ്പൊ താപോർജം വീണ്ടും പുറത്തുവിടും. എന്നിട്ട് എന്താവും? വീണ്ടും മെഴുകുകട്ടയാവും. മെഴുകിന് താപോർജം ലഭിച്ചപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് ചർച്ച ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തു. എന്താണ്? മെഴുക് ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്കും പിന്നീട് വാതകാവസ്ഥയിലേക്കും മാറി. മെഴുകിന്റെ അവസ്ഥാമാറ്റം ചിത്രീകരിച്ചതുപോലെ താപം സ്വീകരിക്കുമ്പോഴും പുറത്തുവിടുമ്പോഴും ഐസിനുണ്ടാകുന്ന അവസ്ഥാമാറ്റങ്ങൾ ചിത്രീകരിക്കൂ, ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. നമ്മൾ ഓൾറെഡി അത് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. വെള്ളം തണുപ്പിക്കുമ്പോൾ ഐസ് ആവുന്നു. പിന്നെ ഐസ് വീണ്ടും അതുപോലെ വെള്ളം ചൂടാക്കുന്ന സമയത്ത് എന്താവുന്നു? നീരാവിയാവുന്നു. നീരാവി തണുത്ത് വീണ്ടും വെള്ളമാവുന്നു. ഈ അവസ്ഥാമാറ്റം നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്. ഐസിനുണ്ടാവുന്ന മാറ്റം താൽക്കാലികമാണോ സ്ഥിരമാണോ? അതും താൽക്കാലിക മാറ്റമാണ്. ഐസിന് അവസ്ഥാമാറ്റം ഉണ്ടാകുമ്പോൾ പുതിയ പദാർത്ഥം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല അല്ലെ, പുതിയ പദാർത്ഥം ഉണ്ടാകുന്നില്ല. അവസ്ഥയാണ് മാറുന്നത്, പദാർത്ഥം മാറുന്നില്ല. നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന നെയ്യും വെളിച്ചെണ്ണയും മറ്റും കട്ടിയാവാറുള്ളത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഇവ കട്ടിയാകുന്നത് ഏത് കാലാവസ്ഥയിലാണ്? തണുത്ത കാലാവസ്ഥയിലാണ്, മഞ്ഞുള്ള സമയത്താണ് അല്ലെ. ഈ മാറ്റങ്ങൾ താൽക്കാലികമാണോ സ്ഥിരമാണോ? താൽക്കാലികമാണ്. ഇവയിൽ നിന്ന് പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. ചർച്ച ചെയ്യൂ. പദാർത്ഥങ്ങളുടെ വലുപ്പം, ആകൃതി, അവസ്ഥ തുടങ്ങിയ ഭൗതിക സ്വഭാവങ്ങളിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചല്ലേ നാം ഇതുവരെ ചർച്ച ചെയ്തത്? ഇത്തരം മാറ്റങ്ങളാണ് ഭൗതിക മാറ്റങ്ങൾ. ഭൗതിക മാറ്റങ്ങൾ വഴി പുതിയ പദാർത്ഥം ഉണ്ടാകുന്നില്ല. ഇവയ്ക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തൂ, ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. ഭൗതിക മാറ്റം പദാർത്ഥങ്ങളുടെ വലുപ്പം, ആകൃതി, അവസ്ഥ തുടങ്ങിയ ഭൗതിക സ്വഭാവങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് ഭൗതിക മാറ്റം. വികസിക്കുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും ഭൗതിക മാറ്റങ്ങളാണ്. ഇവ മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. ചില ഭൗതിക മാറ്റങ്ങൾ നടക്കുമ്പോൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നു. ഭൗതിക മാറ്റങ്ങൾ താൽക്കാലിക മാറ്റങ്ങളാണ്. ഭൗതിക മാറ്റങ്ങൾ നിത്യജീവിതത്തിൽ. വീട്ടിലെ പൊട്ടിയതും ഉപയോഗശൂന്യവുമായ പ്ലാസ്റ്റിക് വസ്തുക്കൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കുന്നു, ഹരിതകർമ്മസേനയ്ക്ക് നൽകുന്നു, ചെടികൾ നടുന്നതിന് ഉപയോഗിക്കുന്നു, പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്നതിന് ഉപയോഗിക്കുന്നു. വസ്തുക്കളെ പുനർനിർമ്മിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റുമല്ലേ. ഭൗതികാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉപയോഗപ്പെടുത്തി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനാകുമോ? പുനർനിർമ്മാണത്തിന് അവയെ അവസ്ഥാമാറ്റം പ്രയോജനപ്പെടുത്തുന്നത് എങ്ങനെയാണ്? നമുക്കതിന് പുനർനിർമ്മാണത്തെ കുറിച്ച് നോക്കാം. അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കവറുകൾ, മറ്റ് പ്ലാസ്റ്റിക് വസ്തുക്കൾ എന്നിവ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇവയിൽ പലതും നമുക്ക് പുതിയ വസ്തുക്കളാക്കി പുനർനിർമ്മിക്കാൻ കഴിയും. ഇരുമ്പ്, പിച്ചള, അലൂമിനിയം തുടങ്ങിയ ലോഹങ്ങളും ഇത്തരത്തിൽ പുനർനിർമ്മിക്കാവുന്നതാണ്. നോക്കൂ മക്കളെ, പ്ലാസ്റ്റിക്കുകളിൽ നിന്ന് അത് റീസൈക്കിൾ ചെയ്ത് മറ്റു പുതിയ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെയാണ് അലൂമിനിയം, പിച്ചള പോലുള്ളതിൽ നിന്ന് വീണ്ടും പാത്രങ്ങളാക്കി മാറ്റാം. പഴയ പേപ്പർ കെട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് ബാഗ് പോലെയുള്ള പേപ്പർ ബാഗ് പോലുള്ള വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കാം. പുനരുപയോഗം. ഉപയോഗശൂന്യമായ പല വസ്തുക്കളും മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾക്കും പാഴ്വസ്തുക്കളെ ഇത്തരത്തിൽ വിവിധ രീതിയിൽ ഉപയോഗപ്പെടുത്താം. ചില ഉദാഹരണങ്ങൾ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. നമുക്കിവിടെ ചിത്രത്തിൽ എന്താണ് തന്നിരിക്കുന്നത് നോക്കൂ. പഴയ ടയർ, അതിൽ ചെടികൾ വളർത്തിയിട്ടുണ്ട്. അതുപോലെ എന്താ പറയാ, ഈ ചപ്പ്, പൊതിന പോലുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇലകള് പോലുള്ള വസ്തുക്കളൊക്കെ നമുക്ക് കൃഷി ചെയ്യാനും ഉപയോഗിക്കാം. ഇനി പ്രകൃതിയെ സംരക്ഷിക്കാം എന്ന് ചെറിയൊരു ആർട്ടിക്കിൾ അവിടെ തന്നിട്ടുണ്ട്, വായിക്കൂ. പ്ലാസ്റ്റിക് കത്തുമ്പോൾ ജീവജാലങ്ങൾക്ക് ഹാനികരമാവുന്ന വിഷവാതകങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്ലാസ്റ്റിക് വലിച്ചെറിയാതെയും കത്തിക്കാതെയും പുനരുപയോഗത്തിനും പുനർനിർമ്മാണത്തിനും നൽകുന്നത് പ്രകൃതി സംരക്ഷണ പ്രവർത്തനമാണ്. ഭൗതിക മാറ്റങ്ങൾ ശരിയായി ഉപയോഗപ്പെടുത്തി പ്രകൃതിയെ സംരക്ഷിക്കൂ. മെഴുക്, ജലം, പ്ലാസ്റ്റിക് തുടങ്ങിയവയുടെ ഭൗതിക മാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്തല്ലോ. ജീവിത സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്ന ഭൗതിക മാറ്റങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. നമുക്കിവിടെ സന്ദർഭം, അതുപോലെ അവിടെ സംഭവിക്കുന്ന ഭൗതിക മാറ്റങ്ങൾ എന്തൊക്കെ എന്നുള്ളൊരു പട്ടികയാണ് തന്നിട്ടുള്ളത്. ഒരെണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, അരി പൊടിക്കുന്നു.
അരി ഒരു ഖരവസ്തുവാണ്. അത് പൊടിക്കുന്ന സമയത്ത് എന്താണ്, ആ ഖരവസ്തുവിന്റെ വലുപ്പം കുറയുകയും പൊടിയായി മാറുകയും ചെയ്യുന്നു. വലുപ്പം കുറയുന്നു, പൊടിയാകുന്നു. അതുപോലെ മറ്റുദാഹരണങ്ങൾ കൂടെ നോക്കാം. കടലാസ് മുറിക്കുന്നു, ആ സമയത്ത് ആകൃതിയും വലുപ്പവും മാറുന്നു. പച്ചക്കറികൾ മുറിക്കുന്നു, വലിപ്പവും ആകൃതിയും മാറുന്നു, പുതിയ പദാർത്ഥം ഉണ്ടാകുന്നില്ല. റബ്ബർ ബാൻഡ് വലിച്ചു നീട്ടുന്നു, ആകൃതി മാറുന്നു. ചോക്ക് കഷ്ണം പൊടിക്കുന്നു, വലുപ്പവും ആകൃതിയും മാറുന്നു, പുതിയ പദാർത്ഥം ഉണ്ടാകുന്നില്ല. നമുക്ക് ചുറ്റും നടക്കുന്ന എല്ലാ മാറ്റങ്ങളും ഭൗതിക മാറ്റങ്ങളാണോ? അല്ല. ഭൗതിക മാറ്റങ്ങൾ താൽക്കാലികമാണ് നമ്മൾ പറഞ്ഞു. അതുകൂടാതെ സ്ഥിരമായിട്ട് മാറുന്ന മാറ്റങ്ങളുണ്ട്. അതുപോലെ മറ്റു പദാർത്ഥങ്ങൾ നൽകുന്ന മാറ്റങ്ങളുണ്ട്. അത് എന്ത് തരം മാറ്റമാണെന്ന് നമുക്ക് ഇനി നോക്കാം. മാറ്റങ്ങൾ ഇങ്ങനെയും. പേപ്പർ, വിറക് എന്നിവ കത്തുന്നത് കണ്ടിട്ടില്ലേ? ഇവിടെ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ഭൗതിക മാറ്റവുമായി താരതമ്യം ചെയ്യൂ. പേപ്പർ മുറിച്ച് പുതിയ രൂപങ്ങൾ ഉണ്ടാക്കിയപ്പോൾ പേപ്പർ കഷ്ണത്തിലെയും പേപ്പറിലെയും പദാർത്ഥങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. എന്നാൽ പേപ്പർ കത്തിയ ശേഷം ലഭിച്ച പദാർത്ഥവും പേപ്പറും ഒരുപോലെയാണോ? അല്ല. നമുക്ക് പേപ്പർ കത്തിക്കുമ്പോൾ ചാരമാണ് ലഭിക്കുന്നത്. അത് പുതിയൊരു പദാർത്ഥമാണ്. കത്തിയപ്പോൾ ലഭിച്ച ചാരം പുതിയ പദാർത്ഥമല്ലേ? വിറക് കത്തുമ്പോഴോ? അപ്പോഴും എന്താണ്, നമുക്ക് ചാരം ലഭിക്കുന്നുണ്ട്. അതും ഒരു പുതിയ പദാർത്ഥമാണ്. ഇവിടെ നടന്ന മാറ്റങ്ങൾ സ്ഥിരമാണോ താൽക്കാലികമാണോ? സ്ഥിര മാറ്റങ്ങളാണ്. കാരണം നമുക്ക് വിറക് കത്തിക്കഴിഞ്ഞ് അത് ചാരമായി മാറിയാൽ പിന്നീട് നമുക്ക് എന്തെങ്കിലും ചെയ്ത് ആ ചാരത്തെ വിറകാക്കി മാറ്റാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ പേപ്പർ കത്തി ചാരമായാൽ നമ്മൾക്ക് പിന്നീട് ആ ചാരത്തെ തിരിച്ച് പേപ്പർ ആക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഇവിടെ നടക്കുന്നതൊക്കെ സ്ഥിരമാറ്റമാണ്. സ്ഥിരമാറ്റങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തൂ. ഇതുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണം ചെയ്താലോ? നമുക്ക് ആദ്യം സ്ഥിരമാറ്റങ്ങൾക്ക് കുറച്ചുകൂടെ ഉദാഹരണങ്ങൾ നോക്കാം. ഇരുമ്പ് തുരുമ്പിക്കുന്നത്, ഭക്ഷണം പാചകം ചെയ്യുന്നത്, കേക്ക് ഉണ്ടാക്കുന്നത്, തീപ്പെട്ടിക്കൊള്ളി കത്തിക്കുന്നത്, പാലിൽ നിന്ന് തൈര് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇത് തെളിയിക്കുന്ന ഒരു പരീക്ഷണം കൂടെ ചെയ്തു നോക്കാം. അതിനാവശ്യമായ സാമഗ്രികൾ: പഞ്ചസാര, സ്പൂണ്, തീപ്പെട്ടി, മെഴുകുതിരി, ഈർക്കിൽ, ലാമ്പ്. ഒരു സ്പൂണിൽ അല്പം പഞ്ചസാര എടുത്ത് ലാമ്പ് ഉപയോഗിച്ച് ചൂടാക്കൂ. പഞ്ചസാരയ്ക്ക് ഉണ്ടാകുന്ന മാറ്റം നിരീക്ഷിക്കൂ. പഞ്ചസാര ഉരുകും അല്ലെ? ഉരുകിയ പഞ്ചസാര ഈർക്കിലിൽ എടുത്ത് രുചിച്ചു നോക്കൂ. അപ്പോൾ നമുക്ക് മധുരമായിരിക്കും അനുഭവപ്പെടുക. വീണ്ടും ചൂടാക്കുമ്പോൾ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? വീണ്ടും ചൂടാക്കുമ്പോൾ പഞ്ചസാര ഒരു കറുത്ത തരത്തിലുള്ള ദ്രാവകമായിട്ട് കട്ടിയായിട്ട് വരുന്നത് കാണാം. പഞ്ചസാരയ്ക്ക് നിറമാറ്റം സംഭവിക്കുന്നുണ്ടോ? യെസ്, ഉണ്ട്. തണുത്ത ശേഷം ഈ പദാർത്ഥത്തെ മറ്റൊരു ഈർക്കിലിൽ എടുത്ത് രുചിച്ചു നോക്കൂ. നമുക്ക് പഞ്ചസാര അധികം ചൂടായി കഴിഞ്ഞാൽ, ഈ കറുത്ത തരത്തിലുള്ള പദാർത്ഥമായി കഴിഞ്ഞാൽ കയ്പായിരിക്കും അനുഭവപ്പെടുക. പൂർണ്ണമായും കറുത്ത നിറമാകുന്നത് വരെ വീണ്ടും ചൂടാക്കൂ. തണുത്ത ശേഷം ഈ പദാർത്ഥത്തെ വീണ്ടും മറ്റൊരു ഈർക്കിലിൽ എടുത്ത് രുചിച്ചു നോക്കൂ. രുചിയിൽ മാറ്റമുണ്ടോ? യെസ്, തീർച്ചയായിട്ടും ഉണ്ട്. ഇത് പുതിയ പദാർത്ഥമാണോ? അതെ, ഇത് പുതിയൊരു പദാർത്ഥമാണ്. കാരണം എന്താണ്? അതിന്റെ രുചിയിൽ മാറ്റം വന്നു, അതുപോലെ അവസ്ഥയിൽ മാറ്റം വന്നു, പിന്നെ അതിന്റെ നിറത്തിലും ഒക്കെ മാറ്റം വന്നു അല്ലെ? അപ്പോ എന്താ പറയാ, ഇത് പുതിയൊരു പദാർത്ഥമായിട്ടാണ് മാറുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്യുമ്പോൾ അധികം ചൂടാക്കി ഇടുക്കി പോകരുതെന്ന് പറയുന്നത്. കാരണം അത് കഴിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. സാധ്യത എന്നല്ല, കഴിക്കും. ഓക്കെ. ഓരോ സന്ദർഭത്തിലും പഞ്ചസാരയ്ക്ക് ഉണ്ടായ മാറ്റം പട്ടികപ്പെടുത്തും. അപ്പോൾ നമുക്കിവിടെ സന്ദർഭം, അതായത് നമ്മൾ നടത്തിയ ഈ പരീക്ഷണം ഉണ്ടല്ലോ, അതിലെ ഓരോ സന്ദർഭം, പിന്നെ അതിന്റെ മാറ്റം, നിറത്തിലും അവസ്ഥയ്ക്കും രുചിക്കും ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പിന്നെ അവിടെ തന്നെ പുതിയ പദാർത്ഥം ഉണ്ടാകുന്നുണ്ടോ എന്നും ഉള്ള പട്ടികയാണ് തന്നിട്ടുള്ളത്. ആദ്യത്തെ സന്ദർഭം, പഞ്ചസാര അല്പം ചൂടാക്കുക. ആ സമയത്ത് നിറത്തിന് മാറ്റമില്ല, അവസ്ഥ ഉരുകുന്നു, രുചിക്ക് മാറ്റമില്ല, മധുരമാണ്, പിന്നെ പുതിയ പദാർത്ഥം ഉണ്ടാകുന്നില്ല. ഇനി രണ്ടാമത്തെ സന്ദർഭം, ഉരുകിയ പഞ്ചസാര വീണ്ടും ചൂടാക്കിയപ്പോൾ എന്താണ്, നിറത്തിന് ഇളം തവിട്ട് നിറമാവുന്നു, അവസ്ഥയ്ക്ക് കട്ടിയുള്ള ദ്രാവകമായിട്ട് അത് മാറും, രുചി മധുരം മുതൽ കയ്പ് വരെ, അധികം നമ്മൾ ചൂടാക്കുന്നതിന്റെ അതിനനുസരിച്ച് കയ്പ് വരെ അനുഭവപ്പെടാം, പുതിയ പദാർത്ഥം ഉണ്ടാവുന്നില്ല. കൂടുതൽ സമയം ചൂടാക്കിയപ്പോൾ നിറം കറുപ്പായി മാറുന്നു, അവസ്ഥ ഖരമായി മാറുന്നു, അതിന്റെ രുചി കയ്പായി മാറുന്നു, പിന്നെ പുതിയ പദാർത്ഥം ഉണ്ടായിട്ടുണ്ട് അല്ലെ? ഇവിടെ ഉണ്ടായ മാറ്റങ്ങളും പദാർത്ഥങ്ങളുടെ സവിശേഷതകളും വിശകലനം ചെയ്യൂ. അവസാനം ലഭിച്ച കറുത്ത പദാർത്ഥമായ കരിയും പഞ്ചസാരയും ഒന്നാണോ? അല്ല. രുചിയിലുള്ള മാറ്റത്തിന് കാരണം എന്താണ്? കാരണം പുതിയ പദാർത്ഥം ഉണ്ടായതാണ് ഇതിന് കാരണം. ലഭിച്ച പദാർത്ഥം തണുപ്പിച്ചു നോക്കൂ. പുതിയ പദാർത്ഥം പഞ്ചസാരയായി മാറുന്നുണ്ടോ? ഇല്ല. ഈ മാറ്റത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? അതെന്താണ്? സ്ഥിരമായ മാറ്റമാണ്. ശാസ്ത്ര പുസ്തകത്തിൽ ചർച്ച ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു പരീക്ഷണം കൂടി നമുക്ക് ചെയ്യാം. അപ്പൊ മാറ്റത്തിന്റെ സവിശേഷതയായി എഴുതി കൊടുക്കേണ്ടത് ഇതെന്താണ്? ഒരു സ്ഥിര മാറ്റമാണ് എന്നാണ്. ഇനി അടുത്ത പരീക്ഷണത്തിന് വേണ്ട സാമഗ്രികൾ തീപ്പെട്ടി, മഗ്നീഷ്യം റിബൺ, സാൻഡ് പേപ്പർ തുടങ്ങിയവയാണ്. ഇനി പരീക്ഷണം എങ്ങനെയാണ്? സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഉരച്ച് വൃത്തിയാക്കിയ മഗ്നീഷ്യം റിബൺ തീപ്പെട്ടി ഉപയോഗിച്ച് ടീച്ചറുടെ സഹായത്തോടെ കത്തിക്കൂ. മാറ്റങ്ങൾ കണ്ടെത്തി ചർച്ച ചെയ്യൂ.
നിങ്ങൾ ചെയ്ത 2 പരീക്ഷണങ്ങളിലും പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ലേ? ഉണ്ട്. ഇവയെ പഴയ പദാർത്ഥങ്ങളാക്കി മാറ്റാനാകുന്നില്ലല്ലോ? ഇല്ല. അതുകൊണ്ട് ഈ മാറ്റങ്ങൾ സ്ഥിരമാറ്റങ്ങളാണ്. ഇത്തരം മാറ്റങ്ങളാണ് രാസമാറ്റങ്ങൾ. രാസമാറ്റങ്ങൾ സംഭവിക്കുമ്പോഴും ഊർജം സ്വീകരിക്കുകയോ പുറന്തള്ളുകയോ ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ് രാസമാറ്റത്തിന്റെ സവിശേഷതകൾ? ചർച്ച ചെയ്യൂ. രാസമാറ്റം ഉണ്ടാകുമ്പോൾ പദാർത്ഥത്തിന്റെ രാസഗുണങ്ങളിൽ മാറ്റം ഉണ്ടാവുകയും പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത്തരം മാറ്റം നടക്കുമ്പോൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നു. രാസമാറ്റങ്ങൾ സ്ഥിരമാറ്റങ്ങളാണ്. രാസമാറ്റത്തെ കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. രാസമാറ്റം ഉണ്ടാകുമ്പോൾ പദാർത്ഥത്തിന്റെ രാസഗുണങ്ങളിൽ മാറ്റം ഉണ്ടാവുകയും പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത്തരം മാറ്റം നടക്കുമ്പോൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നു. രാസമാറ്റങ്ങൾ സ്ഥിരമാറ്റങ്ങളാണ്. നമ്മളിപ്പോൾ എഴുതിയ കാര്യങ്ങൾ തന്നെ. മെഴുക് ചൂടാക്കുമ്പോൾ സംഭവിച്ച മാറ്റവും പഞ്ചസാര ചൂടാക്കിയപ്പോൾ സംഭവിച്ച മാറ്റവും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ മനസ്സിലായല്ലോ. ഭൗതിക മാറ്റവും രാസമാറ്റവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ചർച്ച ചെയ്ത് പട്ടികപ്പെടുത്തു, ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. നമുക്കവിടെ ഭൗതിക മാറ്റം രാസമാറ്റം രണ്ടും തമ്മിലുള്ള പട്ടിക തന്നിട്ടുണ്ട്. ഒരെണ്ണം നമുക്കവിടെ ഉദാഹരണമായിട്ട് തന്നിട്ടുണ്ട്. നോക്കൂ. ഭൗതിക മാറ്റത്തിൽ പദാർത്ഥത്തിന്റെ ഭൗതിക ഗുണങ്ങളിൽ മാറ്റം സംഭവിക്കുന്നു. രാസമാറ്റത്തിൽ പദാർത്ഥത്തിന്റെ ഭൗതിക ഗുണങ്ങളിലും രാസഗുണങ്ങളിലും മാറ്റം സംഭവിക്കുന്നു. അടുത്ത മാറ്റം, പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല ഭൗതിക മാറ്റത്തിൽ. രാസമാറ്റത്തിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഭൗതിക മാറ്റത്തിൽ എല്ലായ്പ്പോഴും താപം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യണമെന്നില്ല. എന്നാൽ രാസമാറ്റത്തിൽ താപം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നുണ്ട്. പദാർത്ഥത്തിന്റെ ആകൃതി, വലിപ്പം, അവസ്ഥ എന്നിവ മാത്രമേ ഭൗതിക മാറ്റത്തിൽ മാറുന്നുള്ളൂ. രാസമാറ്റത്തിൽ പദാർത്ഥത്തിന്റെ രാസഘടന തന്നെ മാറുന്നുണ്ട്. ഭൗതിക മാറ്റങ്ങൾ താൽക്കാലികമാണ്. രാസമാറ്റങ്ങൾ എന്താണ്? സ്ഥിരമാണ്. രാസമാറ്റം നിത്യജീവിതത്തിൽ. പ്രകൃതിയിൽ നിത്യേന ധാരാളം രാസമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതിൽ പലതും നാം നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അത്തരം അനുഭവങ്ങൾ ചർച്ച ചെയ്താലോ? മാങ്ങ പഴുത്തു എന്നറിയുന്നത് എങ്ങനെയാണ്? മാങ്ങ പഴുക്കുമ്പോൾ എന്താണ്? മണം വരുന്നുണ്ടല്ലേ? അല്ലെങ്കിൽ അതിന്റെ നിറം മാറുന്നുണ്ട്, അതിന്റെ ഘടന തന്നെ മാറുന്നുണ്ട്. ഘടന എന്ന് വെച്ചാൽ അതിന്റെ ആകൃതി ഒന്നുമല്ല, പക്ഷെ എന്താണ്, നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ഞെക്കി നോക്കുന്ന സമയത്തൊക്കെ അതിൽ പഴുത്തിട്ടുണ്ട് എന്നുള്ള മാറ്റം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാങ്ങ പഴുക്കുമ്പോൾ സംഭവിക്കുന്നത് രാസമാറ്റമാണ്. പാലിനെ തൈരാക്കി മാറ്റുന്നത് എങ്ങനെയാണ്? കടഞ്ഞിട്ടാണല്ലേ? പാല് തൈരാക്കുമ്പോഴും രാസമാറ്റം സംഭവിക്കുന്നുണ്ട്. നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന ചില രാസമാറ്റങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അവ ചർച്ച ചെയ്യൂ. എന്തൊക്കെയാണ്? ആഹാരം ദഹിക്കുന്നത്, ചെമ്പുപാത്രങ്ങളിൽ ക്ലാവ് പിടിക്കുന്നത്, ഇരുമ്പ് തുരുമ്പിക്കുന്നത്, തൈര് പുളിക്കുന്നത്, പൂത്തിരി കത്തുന്നത്, ആഹാരം വേവുന്നത്, മുറിച്ച ആപ്പിളിന്റെ നിറം മാറുന്നത്, മാലിന്യങ്ങൾ ജീർണിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന ചില രാസമാറ്റങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇവയിൽ നമുക്ക് ഉപകാരപ്രദമായ രാസമാറ്റങ്ങളും അല്ലാത്തവയും ഉണ്ട്. അവ പട്ടികപ്പെടുത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. രാസമാറ്റങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. നമുക്ക് ഉപകാരപ്രദമല്ലാത്ത രാസമാറ്റങ്ങൾ നിയന്ത്രിക്കാനാവുമോ? ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് തടയാൻ നാം എന്തെല്ലാമാണ് ചെയ്യാറുള്ളത്? ചർച്ച ചെയ്യൂ. ഇരുമ്പ് ചീനച്ചട്ടി എണ്ണ പുരട്ടി വെക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഇതുപോലെ രാസമാറ്റം നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന മറ്റു രീതികൾ കണ്ടെത്തി എഴുതൂ. അത് നമുക്ക് എഴുതാം. അതിനു മുന്നേ ആയിട്ട് തുരുമ്പിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, അത് വായിച്ചു നോക്കാം. ഇരുമ്പ് വായുവിലെ ഈർപ്പവും ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് തുരുമ്പുണ്ടാകുന്നത്. എണ്ണ പുരട്ടിയോ പെയിന്റ് ചെയ്തോ ഇരുമ്പ് സാധനങ്ങൾ തുരുമ്പ് പിടിക്കുന്നത് നിയന്ത്രിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇരുമ്പിന് വായുവുമായുള്ള സമ്പർക്കം ഒഴിവാകുന്നു. ഇനി ആഹാര പദാർത്ഥങ്ങൾ കേടുവരുന്നത് ബാക്ടീരിയകളുടെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന രാസമാറ്റം മൂലമാണ്. ഇത് തടയാൻ വീട്ടിൽ എന്തെല്ലാം ചെയ്യാറുണ്ട്? കണ്ടെത്തൂ. ഇതിന്റെ ഉത്തരം തന്നെയാണ് നമ്മൾ നേരത്തെ ചോദിച്ച ആ ചോദ്യത്തിനും എഴുതേണ്ടത്. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നു, ഫ്രീസറിൽ സൂക്ഷിക്കുന്നു, ഉണക്കി സൂക്ഷിക്കുന്നു, ഉപ്പിലിടുന്നു, പഞ്ചസാര ലായനിയിൽ സൂക്ഷിക്കുന്നു, അച്ചാറിടുന്നു, തിളപ്പിക്കുന്നു, വാക്വം സീലിംഗ്. ഇതെല്ലാം അതിനുദാഹരണങ്ങളാണ്. നിരീക്ഷിക്കാം, കണ്ടെത്താം. വീട്ടിൽ ലഭിക്കുന്ന ചില പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ചില പരീക്ഷണങ്ങൾ നമുക്ക് ചെയ്തു നോക്കാം. ശാസ്ത്ര കിറ്റിൽ കരുതേണ്ട സാമഗ്രികൾ: വിനാഗിരി, മുട്ടത്തോട്, അപ്പക്കാരം, ഗ്ലാസ്, സ്പൂണ്. എന്താണ് പരീക്ഷണം? നോക്കൂ. മുട്ടത്തോട് പൊടിച്ച് ചെറു കഷ്ണങ്ങളാക്കുക. ഇത് ഏതു തരം മാറ്റമാണ്? അത് ഭൗതിക മാറ്റമാണ്. കാരണം അതിൽ വേറെ പദാർത്ഥം ഉണ്ടാവുന്നില്ല. മുട്ടത്തോടിന്റെ ഏതാനും ചെറു കഷ്ണങ്ങൾ ഒരു ഗ്ലാസ്സിലിടുക. അതിൽ വിനാഗിരി ഒഴിച്ച് മാറ്റങ്ങൾ നിരീക്ഷിക്കുക. ഇവിടെ നടക്കുന്ന മാറ്റം എന്താണെന്ന് ചർച്ച ചെയ്യൂ. മുട്ടത്തോടിന്റെ കഷ്ണങ്ങൾ വിനാഗിരിയിലിടുമ്പോൾ മുട്ടത്തോടിലെ കാൽസ്യം കാർബണേറ്റുമായി വിനാഗിരിയിലെ ആസിഡ് പ്രതിപ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിന്റെ കുമിളകൾ ഉണ്ടാകുന്നു. ഇത് രാസമാറ്റമാണ്. കാരണം പുതിയ പദാർത്ഥം അഥവാ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുകയും മുട്ടത്തോട് പതുക്കെ ലയിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തേത്, ഒരു ഗ്ലാസ്സിൽ അല്പം വിനാഗിരി എടുക്കുക, അതിലൊരു സ്പൂൺ അപ്പക്കാരം ഇടുക. എന്ത് സംഭവിക്കും? ഏതു തരം മാറ്റമാണിത്?
വിനാഗിരിയും ബേക്കിംഗ് സോഡയും അഥവാ അപ്പക്കാരവും കലർത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിന്റെ കുമിളകൾ ഉണ്ടാകുന്നു. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് എന്നൊരു പുതിയ പദാർത്ഥം ഉണ്ടാകുന്നതിനാൽ ഇതൊരു രാസമാറ്റമാണ്. ടീച്ചറുടെ സഹായത്തോടെ വ്യത്യസ്ത വസ്തുക്കൾ തിരഞ്ഞെടുത്ത് പരീക്ഷണങ്ങൾ രൂപകൽപ്പന ചെയ്യൂ. പരീക്ഷണങ്ങൾ ചെയ്ത് നിഗമനങ്ങൾ രേഖപ്പെടുത്തി ക്ലാസ്സിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്യൂ. പൂത്തിരി കത്തുമ്പോൾ. പൂത്തിരി കത്തുന്നത് കാണാൻ എന്ത് രസമാണ്! എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളെ ആകർഷിച്ചിട്ടുള്ളത്? ശബ്ദം, അതുപോലെ നിറങ്ങള്, പലതരത്തിലുള്ള നിറങ്ങള്, പ്രകാശം, ഈ 3 കാര്യങ്ങളാണല്ലേ ഉള്ളത്. പൂത്തിരി കത്തുന്നത് ഒരു രാസമാറ്റമാണെന്ന് നമുക്കറിയാം. പൂത്തിരി കത്തുമ്പോൾ ശബ്ദം, പ്രകാശം, താപം എന്നീ ഊർജ രൂപങ്ങൾ ഉണ്ടാകുന്നു. ശബ്ദവും വെളിച്ചവും താപവും ഊർജ രൂപങ്ങളാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പൂത്തിരി കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജമാറ്റത്തിന് കാരണം എന്താണ്? പൂത്തിരിയിൽ രാസപദാർത്ഥങ്ങളുണ്ട്. അതിൽ രാസോർജം അടങ്ങിയിരിക്കുന്നു. പൂത്തിരിയിലെ പദാർത്ഥങ്ങളിൽ മാത്രമല്ല, എല്ലാ പദാർത്ഥങ്ങളിലും രാസോർജം അടങ്ങിയിരിക്കുന്നു. പൂത്തിരി കത്തുമ്പോൾ അതിൽ അടങ്ങിയിട്ടുള്ള രാസോർജമാണ് ശബ്ദം, പ്രകാശം, താപം എന്നീ ഊർജ രൂപങ്ങളായി മാറിയത്. പൂത്തിരിയിൽ രാസപദാർത്ഥങ്ങൾ ഉണ്ടല്ലോ, അതിൽ രാസോർജം അടങ്ങിയിരിക്കുന്നു. പൂത്തിരിയിലെ പദാർത്ഥങ്ങളിൽ മാത്രമല്ല, എല്ലാ പദാർത്ഥങ്ങളിലും രാസോർജം അടങ്ങിയിരിക്കുന്നു. പൂത്തിരി കത്തുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള രാസോർജമാണ് ശബ്ദം, പ്രകാശം, താപം എന്നീ ഊർജ രൂപങ്ങളായി മാറിയത്. പൂത്തിരി കത്തുമ്പോൾ സംഭവിക്കുന്ന ഊർജമാറ്റം എങ്ങനെയായിരിക്കും? താഴെ കൊടുത്തിരിക്കുന്ന ചിത്രീകരണം പൂർത്തിയാക്കൂ. നോക്കൂ, രാസോർജമാണുള്ളത്, അത് താപോർജവും പ്രകാശോർജവും ശബ്ദോർജവുമായി മാറുന്നു. പട്ടികയിൽ നൽകിയിരിക്കുന്ന രാസമാറ്റങ്ങളിൽ നടക്കുന്ന ഊർജമാറ്റം ചർച്ച ചെയ്ത് അനുയോജ്യമായ കോളങ്ങളിൽ ടിക്ക് രേഖപ്പെടുത്തൂ. നിഗമനങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. അപ്പൊ നമുക്കിവിടെ പട്ടികയിൽ രാസമാറ്റം, അതിലുള്ള ഊർജമാറ്റങ്ങൾ എങ്ങനെയൊക്കെ എന്നാണ് തന്നിട്ടുള്ളത്. പേപ്പർ കത്തുന്നു. പേപ്പർ കത്തുന്ന സമയത്ത് നമുക്ക് താപവും അതുപോലെ പ്രകാശവും ഉണ്ടായിരിക്കും അല്ലെ, താപോർജവും പ്രകാശോർജവും ഉണ്ടായിരിക്കും. കർപ്പൂരം കത്തുന്നു, അപ്പോഴും നമുക്ക് താപവും പ്രകാശവും ഉണ്ടായിരിക്കും. പടക്കം പൊട്ടുന്നു. പടക്കം പൊട്ടുന്ന സമയത്ത് താപോർജവും പ്രകാശോർജവും ശബ്ദോർജവും ഉണ്ടായിരിക്കും. പാചകവാതകം കത്തുന്നത്, നമ്മുടെ ഗ്യാസ് സിലിണ്ടർ ഒക്കെ ഉണ്ടല്ലോ അത്, അപ്പൊ അവിടെ എങ്ങനെയാണ്? താപവും പ്രകാശോർജവും ഉണ്ടായിരിക്കും. ഊർജമാറ്റം സസ്യങ്ങളിലും. ചിത്രം നിരീക്ഷിക്കൂ. സസ്യങ്ങളിൽ നടക്കുന്ന പ്രവർത്തനം എന്താണ്? പ്രകാശ സംശ്ലേഷണമാണല്ലേ, അതിന്റെ ചിത്രമാണ് തന്നിട്ടുള്ളത്. ഏതൊക്കെ പദാർത്ഥങ്ങളാണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്, സൂര്യപ്രകാശം, ജലം, ഹരിതകം എന്നീ വസ്തുക്കളാണ് നമുക്ക് പ്രകാശ സംശ്ലേഷണം നടത്തുന്നതിനായിട്ട് വേണ്ടത്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾക്ക് ഏത് ഊർജ രൂപമാണ് ഉപയോഗിക്കുന്നത്? സസ്യങ്ങൾ പ്രകാശമാണ്, സൂര്യനിൽ നിന്നുള്ള പ്രകാശോർജമാണ്. പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ നിർമ്മിക്കുന്ന ആഹാരമാണ് ഗ്ലൂക്കോസ്. അതിൽ രാസോർജം അടങ്ങിയിട്ടുണ്ട്. പ്രകാശ സംശ്ലേഷണം. സസ്യങ്ങൾ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ജലവും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച് ഹരിതകത്തിന്റെ സഹായത്താൽ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ പ്രകാശോർജം രാസോർജമായി സംഭരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. സസ്യങ്ങളിൽ സംഭരിക്കുന്ന ഈ രാസോർജം ജീവികളിൽ എത്തുന്നുണ്ടോ? തീർച്ചയായും അല്ലെ. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചർച്ച ചെയ്യൂ. എങ്ങനെയാണ് മക്കളെ? സസ്യങ്ങൾ ഈ പ്രകാശ സംശ്ലേഷണത്താൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഗ്ലൂക്കോസ് അഥവാ രാസോർജം അടങ്ങിയിട്ടുള്ള ഗ്ലൂക്കോസ് നമ്മൾ സസ്യാഹാരം കഴിക്കുന്നത് വഴി നമ്മളിലേക്ക്, അതുപോലെ സസ്യങ്ങളെ ഭക്ഷിക്കുന്നത് വഴി മറ്റു ജീവികളിലേക്ക്, ആ ജീവികളെ ഭക്ഷിക്കുന്നത് വഴി നമ്മിലേക്ക്, അങ്ങനെയൊക്കെയാണ് ഇത് സംഭരിച്ചു കൈമാറ്റം ചെയ്ത് വരുന്നത്. മിന്നാമിനുങ്ങിനെ കുറിച്ച് എന്തോ കാര്യം അവിടെ തന്നിട്ടുണ്ട്, വായിച്ചു നോക്കാം. രാത്രിയിൽ മിന്നാമിനുങ്ങുകൾ പ്രകാശിക്കുന്നത് കണ്ടിട്ടില്ലേ? അവയുടെ ശരീരത്തിലെ ചില രാസവസ്തുക്കളാണ് പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്നത്. മിന്നാമിനുങ്ങ് പ്രകാശിക്കുമ്പോൾ രാസോർജം പ്രകാശോർജമായി മാറുന്നു. ഇനി നമുക്ക് ഊർജമാറ്റത്തിന് കൂടുതൽ ഉദാഹരണങ്ങൾ അന്വേഷിക്കാം. ഊർജമാറ്റം നിത്യജീവിതത്തിൽ. ഊർജമാറ്റങ്ങൾ നിത്യജീവിതത്തിൽ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താറുണ്ട്. മിക്സി പ്രവർത്തിക്കുന്നത് കണ്ടിട്ടില്ലേ? ഏത് ഊർജമാണ് മിക്സി പ്രവർത്തിക്കാൻ ഉപയോഗിച്ചത്? വൈദ്യുതോർജമാണ്. വൈദ്യുതി കൊടുത്തിട്ടല്ലേ മിക്സി പ്രവർത്തിക്കുന്നത്, അപ്പൊ വൈദ്യുതോർജമാണ്. മിക്സിയിൽ ഏതെങ്കിലും ഭാഗങ്ങൾ ചലിക്കുന്നുണ്ടോ? ഉണ്ട്. ഈ യന്ത്രഭാഗം ചലിക്കുന്നതിന് വേണ്ട ഊർജ രൂപം ഏതാണ്? യന്ത്രഭാഗങ്ങൾ ചലിക്കുന്നതിന് വേണ്ട ഊർജ്ജരൂപം യാന്ത്രികോർജം എന്നാണ് അറിയപ്പെടുന്നത്. യന്ത്രങ്ങളുടേത് യാന്ത്രികോർജം. ചലിക്കുന്ന യന്ത്രഭാഗങ്ങളിൽ യാന്ത്രികോർജം ഉണ്ട്. മിക്സിയിൽ യന്ത്രഭാഗം പ്രവർത്തിക്കുമ്പോൾ ശബ്ദമുണ്ടാവുന്നില്ലേ? മുൻപ് ചർച്ച ചെയ്ത ഊർജ രൂപങ്ങൾ കൂടാതെ ഇവിടെ മറ്റേതെങ്കിലും ഊർജ രൂപങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ശബ്ദോർജവും ഉണ്ടാകുന്നുണ്ട്. മിക്സി ഓഫാക്കിയതിനു ശേഷം അതിൽ തൊട്ടു നോക്കൂ, ചെറിയ ചൂട് അനുഭവപ്പെടുന്നുണ്ടോ? ഉണ്ട്. മിക്സി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജം വിവിധ ഊർജ രൂപങ്ങളായി മാറുന്നുവെന്ന് മനസ്സിലായല്ലോ. മിക്സിയിൽ നടക്കുന്ന ഊർജമാറ്റങ്ങൾ എന്തൊക്കെയാണ് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ.
മിക്സിയിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഊർജം വൈദ്യുതോർജ്ജമാണ്. ആ വൈദ്യുതോർജ്ജം ആദ്യം യാന്ത്രികോർജ്ജമാകുന്നു. അതായത് യന്ത്രം കറങ്ങുന്നുണ്ടല്ലോ, അപ്പൊ യാന്ത്രികോർജ്ജമാകുന്നു. പിന്നെ അതിൽ നിന്ന് ശബ്ദം വരുന്നത് കൊണ്ട് അതിന് ശബ്ദോർജ്ജമുണ്ട്. പിന്നെ ചൂടുണ്ടാകുന്നതുകൊണ്ട് അതിൽ നിന്ന് താപോർജ്ജവും വരുന്നുണ്ട്. മിക്സി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവും താപോർജ്ജവുമായി മാറുന്നെന്ന് മനസ്സിലായല്ലോ. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. അങ്ങനെയുള്ള ഉപകരണങ്ങൾക്ക് ഉദാഹരണമാണ് ഫാന്, മിക്സി, മോട്ടോറ്, ഗ്രൈൻഡർ, ഡ്രില്ലിംഗ് മെഷീന് തുടങ്ങിയിട്ടുള്ളവയൊക്കെ. ഇതിലൊക്കെ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുകയാണ് ചെയ്യുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഏതെല്ലാം ഊർജ്ജമാറ്റങ്ങളാണ് ഓരോ ഉപകരണത്തിലും നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്? ആദ്യം ഇസ്തിരിപ്പെട്ടിയാണ്. അതിൽ വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറുന്നു. അടുത്തത് ഇൻവെർട്ടർ ആണ്. ഇൻവെർട്ടറിൽ രാസോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. പിന്നെ ലൗഡ് സ്പീക്കർ ആണ്. അതെങ്ങനെയാണ്? ശബ്ദോർജ്ജമാവുന്നുണ്ട്. എന്ത് ഊർജ്ജമാണ് ശബ്ദോർജ്ജമായി മാറുന്നത്? വൈദ്യുതോർജ്ജമാണ് ശബ്ദോർജ്ജമായി മാറുന്നത്. അവസാനത്തേത് ഒരു ബൾബ് പ്രകാശിക്കുന്നതാണ്. അത് രാസോർജ്ജം പ്രകാശോർജ്ജമായി മാറുന്നു. ഊർജ്ജമാറ്റങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന കൂടുതൽ ഉദാഹരണം കണ്ടെത്തി എഴുതൂ. ടോർച്ചില് രാസോർജ്ജം പ്രകാശോർജ്ജമായി മാറുന്നു. വാഷിംഗ് മെഷീനിൽ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. അതുപോലെ ശബ്ദോർജ്ജവും ഉണ്ട് അതിനോടുകൂടെ. ഇലക്ട്രിക് കെറ്റിലിൽ വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറുന്നു. ടെലിവിഷനിൽ വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജവും ശബ്ദോർജ്ജവുമായി മാറുന്നു. ഡോർബെല്ലിൽ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായി മാറുന്നു. ഊർജ്ജമാറ്റവും ഊർജ്ജ നഷ്ടവും. ഊർജ്ജമാറ്റം സംഭവിക്കുമ്പോൾ കുറേയധികം ഊർജ്ജം നാം ഉപയോഗിക്കാതെ നഷ്ടപ്പെടുത്തുന്നില്ലേ? വൈദ്യുത ബൾബ് ഉപയോഗിക്കുന്നത് പ്രകാശം ലഭിക്കാനാണല്ലോ. എന്നാൽ ബൾബിൽ താപവും ഉണ്ടാകുന്നില്ലേ? ഇങ്ങനെ ഉണ്ടാകുന്ന താപം പ്രയോജനപ്പെടുത്തുന്നില്ലല്ലോ. വിവിധ കാലങ്ങളിൽ നാം ഉപയോഗിച്ച 3 തരം ബൾബുകളുടെ ചിത്രങ്ങളാണ് താഴെ നൽകിയിട്ടുള്ളത്. 3ലും ലഭിക്കുന്ന പ്രകാശത്തിന്റെ അളവ് ഏറെക്കുറെ തുല്യമാണ്. ആദ്യത്തേത് ഫിലമെന്റ് ബൾബാണ്. അത് 60 വാട്ട്സ് ആണ്. വൈദ്യുതോപയോഗം കൂടുതലാണ്. താപോർജ്ജം വളരെ കൂടുതലായിരുന്നു. പിന്നെ രണ്ടാമത്തേത് 20 വാട്ടിന്റെ CFL ബൾബാണ്. അത് വൈദ്യുതോപയോഗം കുറവാണ്. താപോർജ്ജവും കുറവാണ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് 9 വാട്ട്സിന്റെ LED ബൾബാണ്. അതിൽ വൈദ്യുതി ഉപയോഗം വളരെ കുറവാണ്. താപോർജ്ജം വളരെ കുറവാണ്. നിങ്ങളുടെ വീട്ടിൽ ഇവയിൽ ഏതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്? എന്തുകൊണ്ട്? ഓരോന്നിലും സംഭവിക്കുന്ന ഊർജ്ജമാറ്റങ്ങൾ വിശകലനം ചെയ്ത് കാരണം കണ്ടെത്തൂ. ഫിലമെന്റ് ബൾബുകൾ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുകയും കൂടുതൽ താപോർജ്ജം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ LED ബൾബുകൾ വളരെ കുറച്ച് വൈദ്യുതി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. വളരെ കുറച്ച് താപോർജ്ജം മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. LED ബൾബുകൾ കൂടുതൽ കാലം നിലനിൽക്കും. ഇത് പണം ലാഭിക്കുകയും മാലിന്യം കുറയ്ക്കുകയും ചെയ്യുന്നു. വൈദ്യുതിയുടെ ഉപഭോഗം കുറയ്ക്കുന്നതിനും ഊർജ്ജ സംരക്ഷണം നടപ്പാക്കുന്നതിനും വൈദ്യുതി ബോർഡ് LED ബൾബുകൾ പ്രോത്സാഹിപ്പിക്കുന്നു. ബൾബ് കത്തുമ്പോൾ പ്രകാശത്തോടൊപ്പം ഉണ്ടാകുന്ന താപോർജ്ജം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ലല്ലോ. ഉപയോഗിക്കാത്ത താപോർജ്ജം ഊർജ്ജ നഷ്ടമല്ലേ? അതെ. ഫിലമെന്റ് ബൾബിന്റെ ഉപയോഗം കുറയ്ക്കുകയും LED ബൾബിന്റെ ഉപയോഗം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? ഊർജ്ജ നഷ്ടം കുറക്കാൻ സാധിക്കുന്നു അല്ലെ? വൈദ്യുതി ബോർഡ് LED ബൾബുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ കാരണം എന്തായിരിക്കും? അതും ഇത് തന്നെയാണ്. എന്താണ്? ഊർജ്ജ നഷ്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ വീട്ടിലും LED ബൾബുകൾ പ്രയോജനപ്പെടുത്തുമല്ലോ. പല സന്ദർഭങ്ങളിലും ഒരു ഊർജം ഒന്നിലധികം ഊർജമായി മാറുന്നുണ്ടല്ലോ. ഈ ഊർജ രൂപങ്ങളെല്ലാം നാം ഉപയോഗിക്കുന്നില്ല എന്ന് മനസ്സിലായില്ലേ? ഈ താഴെ പറയുന്ന സന്ദർഭങ്ങളിൽ ഏതൊക്കെ ഊർജ രൂപങ്ങളാണ് ഉണ്ടാകുന്നത്? അവയിൽ ഏത് ഊർജ രൂപമാണ് ഉപയോഗിക്കാതെ നഷ്ടപ്പെടുത്തുന്ന ഊർജ രൂപങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് പട്ടിക പൂർത്തീകരിച്ച് വിശകലനം ചെയ്ത് ക്ലാസ്സിൽ അവതരിപ്പിക്കണം. നമുക്ക് പട്ടികയിൽ ഓരോ സന്ദർഭവും ഉണ്ടാകുന്ന ഊർജ രൂപങ്ങളും അത് ഉപയോഗപ്പെടുത്തുന്ന ഊർജ്ജരൂപവും അതിൽ ഉപയോഗപ്പെടുത്താത്ത ഊർജ്ജരൂപവും അതാണ് തന്നിട്ടുള്ളത്. ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട്. ജല മോട്ടോർ പ്രവർത്തിക്കുന്നു. അപ്പൊ അവിടെ യാന്ത്രികോർജ്ജവും താപോർജ്ജവും ശബ്ദോർജ്ജവും ഉണ്ടാകുന്നുണ്ട്. ഉപയോഗപ്പെടുത്തുന്ന ഊർജ്ജരൂപം യാന്ത്രികോർജ്ജം മാത്രമാണ്. ഉപയോഗപ്പെടുത്താത്ത ഊർജ്ജരൂപം ശബ്ദോർജ്ജവും താപോർജ്ജവുമാണ്. അടുത്തത് ഫാൻ കറങ്ങുന്നു. ഫാൻ കറങ്ങുന്ന സമയത്ത് നമ്മൾ വൈദ്യുതോർജ്ജവും താപോർജ്ജവും ശബ്ദോർജ്ജവും അവിടെ ഉണ്ടാകുന്നുണ്ട്. അതിൽ ഉപയോഗപ്പെടുത്തുന്നത് വൈദ്യുതോർജ്ജം മാത്രമാണ്. താപോർജ്ജവും ശബ്ദോർജ്ജവും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല. പിന്നെ മൂന്നാമത്തത് മിക്സി പ്രവർത്തിക്കുന്നു. അവിടെ യാന്ത്രികോർജ്ജവും താപോർജ്ജവും ശബ്ദോർജ്ജവും ഉണ്ടാകുന്നുണ്ട്. അതിൽ യാന്ത്രികോർജ്ജം മാത്രമേ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. താപോർജ്ജവും ശബ്ദോർജ്ജവും നമുക്ക് വേണ്ടാത്ത അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താത്ത ഊർജ്ജരൂപങ്ങളാണ്. രാസമാറ്റം, ഭൗതികമാറ്റം, ഊർജ്ജമാറ്റം എന്നിവയെക്കുറിച്ചുള്ള അറിവ് ചുറ്റുപാടും നടക്കുന്ന മാറ്റങ്ങളെ മനസ്സിലാക്കാനും വിശദീകരിക്കാനും നമ്മെ സഹായിക്കുന്നു.
നിത്യജീവിതത്തിൽ നാം പ്രയോജനപ്പെടുത്തുന്ന ഊർജ മാറ്റങ്ങളിലെ ഊർജ നഷ്ടം കുറച്ചുകൊണ്ടുള്ള ഉപകരണങ്ങൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നു. ഇത് ഊർജ സംരക്ഷണത്തെ സഹായിക്കുന്നു. ഇനി നമുക്ക് ഇതിലെ വിലയിരുത്താം ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം 1, കൂട്ടത്തിൽ പെടാത്തത് ഏത്? എ പടക്കം പൊട്ടുന്നു, ബി കുപ്പി പൊട്ടുന്നു, സി പട്ടത്തിന്റെ ചരട് പൊട്ടുന്നു, ഡി വൈദ്യുത കമ്പി പൊട്ടുന്നു. ഇതിൽ പടക്കം പൊട്ടുന്നു എന്നതാണ് കൂട്ടത്തിൽ പെടാത്തത്. കാരണം അതൊരു സ്ഥിര മാറ്റമാണ് അഥവാ രാസമാറ്റമാണ്. ബാക്കി മൂന്നും താൽക്കാലിക മാറ്റമാണ്, ഭൗതിക മാറ്റങ്ങളാണ്. ചോദ്യം 2, താഴെ പറയുന്ന മാറ്റങ്ങൾ പരിശോധിച്ച് രാസമാറ്റമാണോ ഭൗതിക മാറ്റമാണോ എന്നെഴുതുക. ആദ്യത്തേത് കർപ്പൂരം കത്തുന്നത്. ഇതൊരു രാസമാറ്റമാണ്, സ്ഥിരമായിട്ടുള്ള മാറ്റമാണ്. പിന്നെ അതിലൊരു ബൈ പ്രൊഡക്റ്റ് ഉണ്ടാവുന്നുണ്ട്, അതായത് മറ്റൊരു പദാർത്ഥവും ഉണ്ടാവുന്നുണ്ട്. പിന്നെ ചെമ്പുപാത്രം ക്ലാവ് പിടിക്കുന്നത്, അതും ഒരു രാസമാറ്റമാണ്. വിറക് കീറുന്നത് ഭൗതിക മാറ്റമാണ്. ദോശമാവ് പുളിക്കുന്നത് രാസമാറ്റമാണ്. ടാർ ഉരുകുന്നത് ഭൗതിക മാറ്റമാണ്. ടവൽ ജലം വലിച്ചെടുക്കുന്നത് ഭൗതിക മാറ്റമാണ്. പഞ്ചസാര ജലത്തിൽ ലയിക്കുന്നത് ഭൗതിക മാറ്റമാണ്. മത്സ്യം കേടാവുന്നത് രാസമാറ്റമാണ്. പച്ചില പഴുത്ത് മഞ്ഞ നിറമാകുന്നത് രാസമാറ്റമാണ്. ചോദ്യം 3, വൈദ്യുതോർജ്ജം വ്യത്യസ്ത ഊർജ്ജ രൂപങ്ങളാക്കി മാറ്റി ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ. താഴെ കൊടുത്തിരിക്കുന്ന ഊർജ്ജ മാറ്റങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളുടെ പേര് എഴുതുക. ആദ്യത്തേത് വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറുന്നു. അതിന് ഉദാഹരണമാണ് ഉപകരണങ്ങൾ എന്തൊക്കെയാണ്? അയൺ ബോക്സ്, ടോസ്റ്റർ, ഇൻഡക്ഷൻ കുക്കർ, വാട്ടർ ഹീറ്റർ, ഇലക്ട്രിക് കെറ്റിൽ, ഹെയർ ഡ്രയർ തുടങ്ങിയവയൊക്കെ. രണ്ടാമത്തേത് വൈദ്യുതോർജ്ജം രാസോർജ്ജമായി മാറുന്നു. അതിന് ഉദാഹരണങ്ങളാണ് ബാറ്ററി, ചാർജർ, ഇലക്ട്രോപ്ലേറ്റിംഗ് യൂണിറ്റ്, ഇലക്ട്രോളിസിസ് ഉപകരണം തുടങ്ങിയവ. മൂന്നാമത്തേത് വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായി മാറുന്നു. അതിന് ഉദാഹരണമാണ് ലൗഡ് സ്പീക്കർ, റേഡിയോ, ഡോർബെല്ല്, മൊബൈൽ ഹെഡ്ഫോണുകൾ, പിന്നെ ബസർ തുടങ്ങിയിട്ടുള്ളവ. നാലാമത്തേത് വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമായി മാറുന്നു. അതിന് ഉദാഹരണങ്ങളാണ് LED ബൾബ്, ട്യൂബ് ലൈറ്റ്, ടോർച്ച്, ടെലിവിഷൻ സ്ക്രീൻ, തെരുവ് വിളക്ക് അഥവാ സ്ട്രീറ്റ് ലൈറ്റ് തുടങ്ങിയിട്ടുള്ളവ. ചോദ്യം 4, താപം സ്വീകരിച്ച് നടക്കുന്ന മറ്റ് മാറ്റങ്ങളെല്ലാം രാസമാറ്റങ്ങളാണ്. ഈ പ്രസ്താവന ശരിയാണോ? എന്തുകൊണ്ട്? ഈ പ്രസ്താവന ശരിയല്ല. താപം ആഗിരണം ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്ന എല്ലാ മാറ്റങ്ങളും രാസമാറ്റങ്ങളല്ല. താപം ആഗിരണം ചെയ്യുന്നതിലൂടെ ഭൗതിക മാറ്റങ്ങൾ സംഭവിക്കാം. ഭൗതിക മാറ്റങ്ങളിൽ പദാർത്ഥങ്ങൾ താപം ആഗിരണം ചെയ്യുന്നതിലൂടെ അവസ്ഥ മാറ്റത്തിന് വിധേയമാകുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളായിട്ടോ മക്കളെ ഈ പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്ത ചോദ്യങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ എല്ലാ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്